CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് ഉദ്ഘാടനം ചെയ്യും. AV ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചത്. ജയശങ്കർ, വിഭാഗീയത, ഇതര സംഘടനാ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ CPIക്ക് ഉണ്ട്. ഈ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിൽ സമ്മേളനം പുരോഗമിക്കുമെന്നാണ് കരുതേണ്ടത്? സമ്മേളന നടപടികൾ തുടങ്ങിയോ ജയശങ്കർ? അശ്മി, അല്പസമയത്തിനകം തന്നെ CPIയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരിക്കും പ്രതിനിധി ആലപ്പുഴ CPIയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് അല്പസമയത്തിന് തുടക്കമാകാൻ പോവുകയാണ്. നേരത്തെ പറയുന്നത് പോലെ എന്താണ് വിഭാഗീയത, ഇതര സംഘടനാ വിഷയങ്ങളൊക്കെ അതിരൂക്ഷമായൊരു പശ്ചാത്തലം ഇവിടെയുണ്ട്. ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിന് നിയന്ത്രണത്തിലാണ് സമ്മേളനം പുരോഗമിക്കുന്നത്. നേരത്തെ KE ഇസ്മായിലിൻ്റെ പരസ്യ വിമർശനമൊക്കെ കേട്ടിരുന്നു. പാർട്ടി ആശ്രിതരായ ആൾക്കാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നുള്ളൂ, അല്ലാത്തവരെ തഴയുന്നു. മാത്രമല്ല KE സ്വന്തം കാര്യമടക്കം പ്രായമുള്ളവരെ പാർട്ടിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാണ് വിമർശനം. മാത്രമല്ല മണ്ണാർക്കാട്ടെ തോൽവിയിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജിനെതിരെയൊക്കെ ആ വിമർശനമൊക്കെ ഉണ്ടായി. ജയശങ്കർ, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, പരിഹരിക്കപ്പെട്ടു തോന്നുന്നു. ജയശങ്കർ, ഈ പറഞ്ഞ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ സമ്മേളനത്തിൽ ചർച്ചയുടെ ഭാഗമായൊക്കെ സജീവമായി വരും എന്ന് കരുതണ്ടേ? തീർച്ചയായിട്ടും അശ്മി, കാരണം താഴെത്തട്ടിൽ സംഘടനാപരമായ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ, നേതൃത്വത്തിനെതിരെയുള്ള എതിർപ്പ്, അങ്ങനെ പല കാര്യങ്ങളും സജീവമായിരുന്നു. അതിൻ്റെ മറ്റൊരു തലം, അതിൻ്റെ പ്രതിഫലനം ജില്ലാ സമ്മേളനത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിലാണ് ഈ ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. കാരണം ആലപ്പുഴയിലാണ് CPIയുടെ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നേതൃത്വത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല. അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രശ്ന നടപടി ഉണ്ടാകുന്ന നേതൃത്വം ഇതിനോടകം തന്നെ അംഗങ്ങൾ ഓക്കെ, ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ അത് വീണ്ടും സാങ്കേതിക പ്രശ്നമാണ്, CPIക്ക് അകത്തെ പ്രശ്നങ്ങൾ പോലെ. അപ്പോൾ അവിടെ എന്തോ ചില വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.